കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 ദിനവൃത്താന്തം പുസ്തകം 10-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായതും യഹോവയോട് വചനം പ്രമാണിക്കുകയും വെളിപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ദൈവവചനം പറയുന്നു വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചു എന്ന്. ശൗൽ രാജാവിനെക്കുറിച്ച് നമുക്കറിയാം. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണ്. ശൗൽ രാജാവിനെ അഭിഷേകം ചെയ്തത് ദൈവമാണ്. അപ്പോൾ ആദ്യമൊക്കെ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് നടന്നു എങ്കിലും പിന്നീട് ദൈവത്തിൻ്റെ വാക്കുകൾ ശൗൽ കേൾക്കാതെയായി. അതുമല്ല, ഒരിക്കൽ ഫെലിസ്തീയർ ഇസ്രായേലിൻ്റെ മേൽ യുദ്ധത്തിന് വന്നപ്പോൾ അപ്പോഴുള്ള ആ പ്രവാചകന്മാരോട് അല്ലെങ്കിൽ ദൈവമക്കളോട് ആലോചന കേൾക്കാതെ അഞ്ജനമാക്കുന്നവരോട് വ്യക്തിയുടെ അടുത്ത് പോയി ആ സ്ത്രീയുടെ അഞ്ജനം നോക്കുകയും കുറി പാർക്കുകയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഇടയിലും ഇന്നിങ്ങനെയാണ്. നാം ദൈവസന്നിധിയിൽ ഒരു വാക്കുകൾ വരുമ്പോൾ അല്ലെങ്കിൽ വർത്തമാനങ്ങൾ വരുമ്പോൾ അത് ശരിയോ എന്നറിയാൻ കുറി നോക്കുന്നിടത്തും കിളിജോഷ്യം പറയുന്നിടത്തും അങ്ങ് പോകാറുണ്ട്. പ്രിയ ദൈവമക്കളെ, കൈനോട്ടക്കാരടുത്ത് പോയി കേൾക്കുന്നവരുണ്ട്, കുരിശടികളിൽ പോയി കേൾക്കുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റാണെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ അങ്ങനെ പോയതിന് നിമിത്തമാണ് ശൗലിന് മരണം സംഭവിച്ചു എന്ന് വചനം പറയുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്നവർക്ക് ദൈവസന്നിധിയെ വിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ദൈവമക്കളോട് ആലോചന കേൾക്കുന്നത് പകരം സ്വന്തം ഹിതപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത് ദൈവത്തിൻ്റെ വഴിയെ വിട്ട് മാറുമ്പോൾ അന്ന് ശൗലിന് ഒരു ശാരീരിക മരണം ഉണ്ടായെങ്കിലും ഇന്ന് ആ സമയത്ത് തന്നെ ആത്മീക മരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുന്നു. പ്രിയ ദൈവമക്കളെ, ആത്മീക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കൊണ്ട് ഒരിക്കലും ദൈവരാജ്യത്തിൽ പോകുവാൻ സാധിക്കത്തില്ല. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യങ്ങൾ, നമ്മുടെ കണ്ണുനീരുകൾക്ക് നാം എന്താണ് കാരണം ചോദിപ്പാൻ കുറി പറയുന്നവരടുത്തോ അല്ലെങ്കിൽ കൈനോട്ടക്കാരടുത്തോ നമ്മുടെ കൈകളെ കൊടുത്ത് നാം പ്രശ്നങ്ങൾ ചോദിക്കാതിരിക്കുന്നത് നല്ലതാണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഓരോരുത്തർക്കും ആ സമയത്തിൽ തന്നെ ആത്മാവ് നശിച്ചു പോകുന്നു, ആത്മാവ് മരിച്ചു പോകുന്നു. ആത്മാവ് മരിച്ചു പോയ ഒരു വ്യക്തിക്ക് ഒരിക്കലും നിത്യജീവനിലേക്ക് കടക്കുവാൻ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ സാധിക്കുന്നില്ല. ആ വ്യക്തി നേരെ പോകുന്നത് പാതാളത്തിലാണ് അല്ലെങ്കിൽ പോകുന്ന നരകത്തിലാണ്. പ്രിയ ദൈവമക്കളെ, ആ ഒരു യാതന സ്ഥലത്തിലുള്ള ആ ഒരു യാതനകൾക്ക് അപ്പുറമായി കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ജീവൻ്റെ വിലയായി കർത്താവിനെ നാം സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ വഴികളിൽ നടന്ന് വചനങ്ങൾ പ്രമാണിച്ച് ദൈവമക്കളുടെ ആലോചന കേട്ട് നാം മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, ഈ സമയം വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കളപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാനിടയാകരുത്. തങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ എന്ത് തന്നെ കർത്താവ് പ്രതിസന്ധിയായ മേഖലകൾ വന്നാലും കർത്താവെ ദൈവസന്നിധിയെ വിട്ട് മാറുവാനോ അല്ലെങ്കിൽ കൈനോട്ടക്കാരെ പാർക്കുന്നവരോടോ നമ്മുടെ അവസ്ഥകൾ പോയി പറയാതിരിപ്പാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും അപ്പൻ്റെ കരങ്ങൾ തരുന്ന അങ്ങയുടെ വരവരെയും കാത്തുകൊള്ളണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.